മഹിളാ മോർച്ചയ്ക്ക് കട്ട സപ്പോർട്ടുമായി സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ കട്ടയ്ക്ക് നിൽക്കുന്നു. വനിതകളുടെ മഹിളാ മോർച്ചയുടെ ആ ഒരു പ്രതിഷേധത്തിനോടനുബന്ധിച്ചുണ്ടായ ആ ഒരു പ്രതിഷേധ വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും വ്യക്തമാക്കുന്നു. ഈ റാലി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഈ റാലിന്റെ ഒരു ലക്ഷ്യം വനിതാ സംവരണം ബില്ലിനെ അട്ടിമറിച്ച CPM കോൺഗ്രസ് കുറുവ സംഘം അവരെ എക്സ്പോസ് ചെയ്യാൻ ആണ് ഈ റാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, 30 കൊല്ലം ആയി ഈ ഒരു അനീതി മാറ്റാൻ ഇന്ത്യ രാജ്യത്തിന്റെ വനിതകൾക്കൊരു രാഷ്ട്രീയ അവകാശം കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് 30 കൊല്ലമായി. ഈ 30 കൊല്ലം ഇന്ത്യ ഭരിച്ചത് 12-13 കൊല്ലം കോൺഗ്രസ് ആയിരുന്നു. BJP ഭരിക്കുന്ന സമയത്ത് ഈ ബില്ലിനെ, ഈ മഹിളാ സംവരണം, വനിതാ സംവരണത്തിന് വേണ്ടി അടൽ ബിഹാരി വാജ്പേയി ആദ്യം അദ്ദേഹത്തിന്റെ ഒരു മൈനോറിറ്റി സർക്കാർ അതിന് ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദിജി വന്നു കഴിഞ്ഞിട്ട് ഇതിനെ 1 അല്ല 2 അല്ല എത്ര തവണ ചെയ്യാൻ അദ്ദേഹം ഈ ബില്ല് മുമ്പോട്ട് കൊണ്ടുവന്നു. ഇത് മാത്രമല്ല, ഇതിന്റെ ചരിത്രം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് BJP ആണ് കോൺഗ്രസിനോട് പറഞ്ഞത്, ഈ ബില്ല് കൊണ്ടുവരൂ, ഞങ്ങൾ ഇതിനെ പാസ് ചെയ്യാൻ നിങ്ങൾക്ക് പിന്തുണ തരാൻ തയ്യാറാണെന്ന് BJP പറഞ്ഞതാണ് 2013. അതുകൊണ്ടാണ് രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാക്കിയത്. BJP NDA പിന്തുണയോടെ പാസ്സാക്കി. പക്ഷേ കോൺഗ്രസ് അത് ലോക്സഭയിൽ കൊണ്ടുപോയില്ല, അത് പാസ്സാക്കാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, ഞങ്ങൾ ഈ ഇലക്ഷന്റെ സമയത്ത് ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ 2 പേരും CPM കോൺഗ്രസ് 2 അല്ല 1 ശബരിമല കൊള്ളയിൽ 1, പ്രീണ രാഷ്ട്രീയത്തിൽ 1. ഇനി ഏറ്റവും വലിയ ഉദാഹരണം വനിതാ സംവരണത്തിന് അട്ടിമറിക്കാനും 1. ഇതാണ് സത്യം. എഴുപത് കൊല്ലായി ഇന്ത്യ ഇൻഡിപെൻഡൻസ് കിട്ടി. 70 കൊല്ലാൻ പോകുന്നു, 80 കൊല്ലാൻ പോകുന്നു. ഈ 2 പാർട്ടിയും, കോൺഗ്രസും CPM, എത്രയോ കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്ത് ഭരിച്ചത് 2 പാർട്ടികളാണ്. പക്ഷേ ഈ കാര്യം, വനിതാ സംവരണം, അവര് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അവര് ചെയ്യാൻ ഒരു ശ്രമവും നടത്തിയില്ല എന്ന് ഇന്ന് കൃത്യമായ എല്ലാവരും മുമ്പിൽ ആ സത്യം തെളിവാകുന്നു. എന്തുകൊണ്ട് ഇവരിങ്ങനെ ഇലക്ഷന്റെ സമയത്തും ഇലക്ഷന്റെ മുമ്പ് വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം ചെയ്യുന്ന 2 പാർട്ടികളാണ്. ഇലക്ഷന് മുമ്പ് ഇത് ചെയ്യും, അത് ചെയ്യും. അതിന്റെ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ് നടന്ന എത്രയോ കൊല്ലം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് നരേന്ദ്രമോദിജി വന്നിട്ടാണ് പാവപ്പെട്ട ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന എത്രയോ ഇന്ത്യക്കാർക്കും പദ്ധതികളും സ്കീംസ് കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാർ. അപ്പൊ ഇവര് ഓരോന്ന് പറയും, ഇവരുടെ രാഷ്ട്രീയം അതാണ്. പറയും, വാഗ്ദാനം കൊടുക്കും, പക്ഷെ വാക്ക് പാലിക്കില്ല. കാരണം അവർക്ക് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? അവരെ കുടുംബത്തിന്റെ വനിതകൾക്ക് പൊളിറ്റിക്കൽ പവർ വേണം. DMK ആണെങ്കിൽ
DMK-ക്ക് വനിതാ സംവരണം വേണ്ട. DMK-ക്ക് വേണ്ടത് കണ്ണിമോഴിക്ക് ഒരു വലിയ സീറ്റ് കൊടുക്കണം. കോൺഗ്രസ് ആണെങ്കിൽ സോണിയാഗാന്ധിക്ക് രാഷ്ട്രീയ പവർ വേണം, പ്രിയങ്ക ഗാന്ധിക്ക് വേണം. മറ്റു വേറെ ആര് വനിത വന്നാലും പോയാലും അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ താല്പര്യമില്ല. ഇതാണ് അവരുടെ രാഷ്ട്രീയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീതി ഒരു MP ആണെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നീതി നൽകാൻ. പാർലമെന്റിൽ ഇരിക്കുന്ന MP-മാരുടെ കടമയാണ് അവിടെ ഒരു ബില്ല് വന്ന് ഒരു അനീതിനെ അത് കറക്റ്റ് ചെയ്യാൻ ഒരു നല്ല ബില്ല് കൊണ്ടുവന്നാൽ അതിന് പിന്തുണ കൊടുത്ത് നീതി നൽകാനാണ് അവരുടെ ഒരു ഉത്തരവാദിത്വം. പക്ഷെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പൊ ഒരു പ്രചരണം നടക്കുന്നുണ്ട്, ഞങ്ങൾ 2023 നാരി വന്ദൻ യോജന നിയമം പാസ്സാക്കിയല്ലോ, ഞങ്ങൾ അത് സഹായിച്ചല്ലോ. അപ്പോ എന്തുകൊണ്ട് 2023 അവര് ആ ബില്ല് പാസ്സാക്കാൻ സഹായിച്ചു? അവർക്ക് മനസ്സിലായി 24 ഇലക്ഷൻ വരുന്നുണ്ട്, അതിനു മുമ്പ് ഈ ബില്ല് വന്ന് ഞങ്ങളത് തടഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അത് സഹായിച്ചു. ആ ബില്ലില് കൃത്യമായി പറഞ്ഞ ഒരു കാര്യം ആണ് ഈ ഏപ്രിൽ 16, 17 കൊണ്ടുവന്ന ലെജിസ്ലേഷൻ. ആ ബില്ലിൽ എന്താ പറഞ്ഞത്? ഡീലിമിറ്റേഷൻ നടക്കണം, സെൻസസ് നടക്കണം. സെൻസസ് നടന്നില്ലെങ്കിൽ പഴയ സെൻസസ് വഴി ഡീലിമിറ്റേഷൻ ചെയ്താൽ മാത്രമേ വനിതാ സംവരണം നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞതാണ്. ആ ബില്ലിന് സപ്പോർട്ട് ചെയ്തതാണ് കോൺഗ്രസും CPM. പക്ഷേ ഇന്ന് അത് നടപ്പിലാക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് നരേന്ദ്രമോദിജി സർക്കാർ കൊണ്ടുവരുമ്പോൾ 2023 പാസാക്കിയ കോൺഗ്രസും CPM ഇന്ന് പറയുന്നു ഇത് ഞങ്ങൾ ചെയ്യില്ല. കാരണം അവർക്ക് വേണ്ട, ചെയ്യണ്ട. ഇതാണ് സത്യം. ഇന്ന് നമ്മൾ എല്ലാവരും രമ ടീച്ചർ പറഞ്ഞ പോലെ ഇത് അവര് ചെയ്യില്ലെങ്കിൽ നമ്മൾ ചെയ്യിപ്പിക്കണം. അതിനാണ് ഈ പ്രതിഷേധം. ഇതൊരു തുടക്കമാണ്. പിന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ എത്ര കൊല്ലമായി എത്ര വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് കിടക്കുന്ന നമ്മള് സാഹചര്യം കണ്ടതാണ്. അത് നരേന്ദ്രമോദിജി വന്നിട്ട് മാത്രമേ ഓരോരോ കാര്യങ്ങൾ പരിഹരിച്ചിട്ടുള്ളൂ. ആർട്ടിക്കിൾ 370 ആണെങ്കിൽ, 1 റാങ്ക് 1 പെൻഷൻ ആണെങ്കിൽ, വഖഫ് അമെൻഡ്മെന്റ് ബില്ലാണോ, ട്രിപ്പിൾ തലാഖ് ബില്ലാണോ, ഇതെല്ലാം ഓരോന്നായിട്ട് നരേന്ദ്രമോദിജി പരിഹരിച്ചതാണ്. ഞാൻ അവസാനം കൂടുതൽ സംസാരിക്കുന്നില്ല. അവസാനം ഞാൻ പറയാൻ ഒരു ഒറ്റ കാര്യം മാത്രം പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. ഒരു സംശയം വേണ്ട, ഇത് നടപ്പിലാക്കും. നരേന്ദ്രമോദിജിന്റെ സർക്കാർ ഈ വനിതാ സംവരണം കൊണ്ടുവരും. അതും 2029 ലോക്സഭാ ഇലക്ഷന് മുമ്പ് കൊണ്ടുവരും. എനിക്ക് 100% വിശ്വാസമുണ്ട്. നരേന്ദ്രമോദിജി ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കുന്നവരെ അദ്ദേഹം അതിന്റെ പിന്നിൽ ഉണ്ടാവും. അത് കോൺഗ്രസും CPM എന്ത് കസരത്ത് ചെയ്താലും ഇത് നടപ്പിലാക്കും എന്ന് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവണം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. ഓരോ ദിവസവും പുതിയ ചരിത്രങ്ങൾ രചിക്കുകയാണ്. ചരിത്രം, പുതിയ വിശേഷങ്ങളും നമുക്ക് കണ്ടും കേട്ടുകൊണ്ടേയിരിക്കാം. മറ്റൊരു വിശേഷവുമായി വേഗം കണ്ടുമുട്ടാം.